ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം. ഇപ്രാവശ്യം നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ്. നമ്മളിന്ന് വയനാട് വരെ പോവുക. ആക്ച്വലി ഇത് നമ്മുടെ ഓഫീസ് ടൂറാണ്. സോ എല്ലാവരും ഉണ്ടാവും, നമ്മുടെ ഓഫീസിലുള്ള എല്ലാവരും കാണും. നമ്മുടെ ഓണം വീഡിയോയിൽ കണ്ടില്ലേ, അവരൊക്കെ തന്നെ, അവരും ഫാമിലിയും എല്ലാവരും ഉണ്ടാവും. സോ നമ്മൾ 3 ദിവസത്തേക്കാണ് വയനാട് പോകുന്നത്. അപ്പോൾ ഇന്ന് 7-ാം തീയതി. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടുന്ന് 10 മണിക്ക് നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് ട്രെയിനിന് പോയിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണ് വയനാട്ടിലേക്ക്. അപ്പോൾ 3 ദിവസം പോയിട്ട് നമ്മൾ നേരെ ഞായറാഴ്ച തിരിച്ചു വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ പെട്ടെന്ന് തന്നെ പോകണം. ഇപ്പോൾ 8:30 ഏകദേശം 10 മണിക്ക് നമ്മൾ ട്രെയിൻ എടുക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. പോകുന്ന വഴിക്ക് കുറേ പേര് പിക്ക് ചെയ്യണം. അപ്പോൾ അവരെല്ലാം പിക്ക് ചെയ്യുന്നതും റെയിൽവേ സ്റ്റേഷനിലെ കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. സോ കൊണ്ടുപോകാനുള്ള ലഗേജ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഗേജ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാര്യം കുറേ പേരെ പിക്ക് ചെയ്യാനുണ്ട് പോകുന്ന വഴിക്ക്. അങ്ങനെ എല്ലാവരും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും വരാൻ തുടങ്ങി. നമ്മുടെ കൊളീഗ്സും അവരുടെ ഫാമിലിയും എല്ലാവരും വന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇട്ടിരുന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. അപ്പോൾ നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് നമ്മൾ പല ബോഗിയിലായിട്ട് ആദ്യം കയറിയത്. ജിമിചേട്ടനൊക്കെ എക്സൈറ്റഡ് ആണ്, ത്രില്ലടിച്ചിരിക്കുക. എനിക്ക് സ്ഥലം നിന്ന് ഞാൻ പോയാന്. ഇതൊക്കെ ആരാ, നമ്മളെ ആൾക്കാരാണോ? അതെ, മുകളിലൊക്കെ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണോ? അതെ അതെ അതെ, എല്ലാരും അറിയാവുന്നവരാണല്ലോ. അതാണ്. സോ രാവിലെ 3 മണിയായപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വിളിച്ച് എഴുന്നേപ്പിച്ച്. കാര്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെത്തി. അപ്പോൾ നമുക്ക് വയനാട് പോകാനുള്ള ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലഗേജ് എല്ലാം അതിനകത്ത് കയറ്റിയിട്ട് നമ്മൾ നേരെ ബസ്സിലേക്ക് കയറി. അതെ, സുപ്രഭാതം. സോ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. നമ്മൾ ബാണാസുര മൗണ്ടൈൻ വ്യൂ റിസോർട്ട് എന്ന സ്ഥലത്ത് ഇപ്രാവശ്യം സ്റ്റേ എടുത്തത്. സോ എല്ലാവരും ലഗേജസൊക്കെ ഇറക്കി എല്ലാവരും നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് റിസോർട്ട് ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. പിന്നെ ഓരോ കോട്ടേജസാണ്. ഇത് ഈ ഒരു കോട്ടേജിൽ തന്നെ 4 സെറ്റ് റൂംസ് ഉണ്ട്, 4 ഫാമിലിക്ക് പറ്റിയ. നമുക്ക് ഈ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഗ്രില്ല് ചെയ്യാനൊരു സ്പോട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ചില്ല് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സ്പോട്ട് അവിടെ ഒരു സ്പോട്ടുണ്ട്. വേണേൽ ഫുഡൊക്കെ കഴിക്കാം. നമുക്കിവിടെ 2 സെറ്റ് പൂളാണ് വരുന്നത്. ഒരെണ്ണം കോട്ടേജസിൻ്റെ ഒക്കെ ഏറ്റവും അവസാനം ഇവിടെ ഒരു പൂളും, പിന്നെ അവിടെ ഒറ്റത്തൊരു പൂളുണ്ട്, അത് കാണിച്ചു തരാം. ഇത് ചെറിയൊരു പൂളാണ്. പിന്നെ ഈ കോട്ടേജസൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ നേരത്തെ കാണിച്ച ചില്ലിങ് സ്പോട്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു കുതിരയെ കാണിച്ചു തരാം. എന്താ കുതിരയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടർഫ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കളിക്കാൻ പറ്റും. വൈകിട്ട് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. നമ്മുടെ അടുത്ത സ്പോട്ട് കരാപ്പുഴ ഡാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, സിപ്പ് ലൈൻ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലാം കാണിച്ചു തരാം. നമ്മൾ സിപ്പ് ലൈനിൽ കയറാനുള്ള പ്ലാനില്ല. സിപ്പ് ലൈൻ ഏകദേശം 390 ആയിരുന്നു ഒരാൾക്ക് പെർ ഹെഡ്. അവരെല്ലാവരും സിപ്പ് ലൈനിലാണ്. സിപ്പ് ലൈൻ കയറാനുള്ള ആൾക്കാരാ. അഞ്ചേട്ടാ, പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, സെറ്റാണല്ലോ. പേടിയുണ്ടാ? പേടിയുണ്ടാ? സംസാരിക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. എന്താ എന്നിട്ടല്ലേ എന്തായാലും ചില്ലാണ്. കേരള ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇത്. ഇതാണ് നമ്മുടെ ഡാമിന് തൊട്ടിപ്പുറത്തൂടെ. എല്ലാവർക്കും ടെൻഷൻ ആകാൻ തുടങ്ങിയ പതുക്കെ. എല്ലാവർക്കും ടെൻഷൻ ആകാൻ തുടങ്ങിയ.
നിന്റെ മുഖത്താണല്ലോ എത്തിയില്ല ചേട്ടാ എല്ലാം മുറുക്കി ഇട്ടോട്ടാ. മുറുക്കി ഇട്ടോ ഒരിക്കലും പൊട്ടിപ്പോല്. കഴിഞ്ഞു ആൾക്കാര് അയ്യോ സ്റ്റക്കായി പോയി. എടാ ഇങ്ങ് വാടാ, എടാ ഇങ്ങ് വാടാ മോനെ കുട്ട, ഇങ്ങ് വാടാ. അത് പിടിച്ചോളെ. ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നോണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവരെ അത് എത്തിക്കാൻ വേണ്ടി. എല്ലാത്തിനും ഒരു വെറൈറ്റി പിടിക്കണം, അങ്ങനെ. ആ പകുതിക്ക് സ്ലോയേ അടുത്ത നമ്മള് കേറാൻ പോകുന്ന ഊഞ്ഞാൽ. വേണ്ടെന്നാ ഇത് അടുത്ത് കയറാൻ പോകുന്നത് ജയന്റ് സ്വിങ്. നേരത്തെ കാണിച്ച ഊഞ്ഞാലില്ലേ, ടെൻഷനാണ്. ടീച്ചറിനൊക്കെ ടെൻഷനാന്ന് തുടങ്ങിയ. അല്ല, എനിക്ക് സ്വിങ് ഇത്രയും ഇങ്ങനെ ഇൻലൈൻ പോലെ അല്ലല്ലോ. ഇത്രയും ഹൈറ്റ് നമ്മൾ ആദ്യം വലിച്ചു കയറ്റും. ഞാൻ കാണിച്ചു നമ്മളല്ല അടുത്ത്. എനിക്ക് കാണിച്ചു തരാനൊന്നും ഇല്ല, നമ്മളൊക്കെ തന്നെയാണുള്ളത്. സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ആണിത്, ഏറ്റവും വലുത്. അതിന്റെ ഹൈറ്റ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇത് വലിച്ചോണ്ട് പോകുന്നുണ്ടോ? കണ്ടോണേ കർത്താവേ, കണ്ടിട്ടെ പേടി വന്നത്. അയ്യോ അയ്യോ പേടിയാവുന്ന എന്റെ കർത്താവേ, ഇത് നോയിക്ക്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് ജയന്റ് സിംഗിന്റെ. ഇത് കേരള സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ആട്ടാ. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ്. കേറണമെന്നുള്ള ടെൻഷനിൽ നിൽക്കും എല്ലാരും. ടെൻഷൻ ഇല്ല, അവന് മാത്രം ടെൻഷൻ. എനിക്കൊരു ടെൻഷൻ ഇല്ല. സെറ്റാ. ടെൻഷൻ ഉണ്ടോ നിനക്ക്? ഒരു ടെൻഷൻ ഇല്ലല്ലേ? അവന്റെ മുഖത്തോട്ടാ പേടി. ഒരു കോയിനും കൂടെ കിട്ടിയിട്ടുണ്ട് കേറാൻ. പേടിച്ചൊക്കെ ഇരിക്കുകയാണ്, ചെറിയൊരു പേടിയുണ്ട്. ഞങ്ങള് ഫോൺ എങ്ങനെ പിടിച്ചേക്കുന്നത് കാണിച്ചില്ല. ഞാനും ഇതുപോലെ തന്നെ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, കറക്റ്റ് ഇതുപോലെ തന്നെ. എന്റെ ദൈവമേ, താഴെ പോയാ പോയി. പേടിയാൻ തുടങ്ങിയ പേടിയാൻ തുടങ്ങി. മുഖമൊക്കെ മാറാൻ തുടങ്ങി. ഇത് കണ്ട ഹൈറ്റ് കണ്ട, ഹൈറ്റ് കണ്ട, ഹൈറ്റ് കണ്ട. കണ്ടിട്ട് പേടിയാ, സത്യം പറയാന്. ഇതിനു മുമ്പ് കേറിയൊരു പെണ്ണ് വെള്ളമൊക്കെ പോയിട്ട് വന്നിട്ടില്ല. അവിടെ വെള്ളം കൂടെ സെറ്റ് ചെയ്യാം. ആവട്ടെ. കർത്താവ് ബേസ് പോയി, ഇവിടെ ഏറില്ല. കർത്താവ് പോന്ന്. അയ്യോ 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 അയ്യോ, എനിക്ക് പച്ചപ്പാറ അടുത്ത് പോണം. ഇത് അന്തിയില്ലേ ചേട്ടാ, ഇതിന് അന്തിയില്ല. എന്റെ കർത്താവേ, എടാ അമ്മി കർത്താവേ, അട്ടി
ആദ്യത്തെ ഒരു സീൻ മാത്രമേ അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് ഇതാ സ്പേസ് ടവർ. ഇത് വയനാട്ടിലെ ഏറ്റവും അടിപൊളി സീൻ കിട്ടുന്ന സ്പേസ് ടവർ എന്നൊക്കെ പറയുന്നുണ്ട്. കയറി നോക്കാം. പക്ഷെ ഇത് അത്രയും വരത്തില്ല, ഇത് അടിപൊളിയായിരുന്നു. ഇത് കുറച്ചുകൂടെ കൺട്രോൾഡ്, ഭയങ്കര ഫ്രീ ഫോൾ അല്ല, അവിടുന്ന് ഇങ്ങനെ വിട്ടേക്കുക. ഇതാണ് നമ്മുടെ സ്പേസ് ടവറിന്റെ ടിക്കറ്റ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ സെറ്റ്. ഇതിനുള്ള എന്തും ഇല്ലടാ, നല്ല പൊക്കോണ്ടല്ലേ? അവിടെ മറ്റേ കൂടി പൊക്കോണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ സീനില്ലാത്ത സാധനം. ഓക്കെ ഭയ്യ, കുഴപ്പമില്ല. എന്റെ സ്വന്തം റിസ്കിലാണ്. ദൈവമേ, ഇതിങ്ങനെ വലിയ സീനൊന്നുമില്ല, കറക്കി കറക്കി കൊണ്ടുപോകത്തുള്ളൂ. എത്ര ഇല്ലടാ, ഇത് പകുതിയായിട്ടുള്ളു. അതാണ് മോസ്റ്റ് സീനിക് റൈഡ് ഇൻ വയനാട്. എല്ലാം കിട്ടും, ഫുൾ വ്യൂ, ഫുള്ള് വയനാട് കിട്ടും. ഇത് കണ്ടോ, ഫുൾ വയനാട് കാണാം നമുക്ക്. എന്നിട്ട് അവിടുത്തെ ആ മലയും ഫുള്ളെല്ലാം കാണാം. ഇത് കണ്ട, ആ മുകളിലും അതെല്ലാം കാണാം. ഇത് കയറിയില്ലാതെ മിസ്സായേനെ, കാര്യം നമുക്ക് ആ വ്യൂ പോയേനെ. ഓക്കെ, സോ നമ്മൾ ലാൻഡ് ചെയ്തു. സിമ്പിൾ, നോ സീൻ. ചെറിയൊരു മിനി അറ്റാക്ക് ആണെന്നുള്ളൂ, വലിയ സീനൊന്നുമില്ല. നമ്മൾ റൈഡെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് VR കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. VR ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഇതൊക്കെ എല്ലാവരും ഇവിടെ. ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻസ്. നമ്മൾ VR കാണുന്നില്ല, അപ്പോൾ തന്നെ ഏകദേശം 6 മണി പോയേക്കുക. അപ്പോൾ ഇരുട്ടി ഏകദേശം നല്ല ഇതായി. Birthday. Happy birthday, dear teacher. Happy birthday to you. Yes. Yay.